ഹലോ ഫ്രണ്ട്സ്, ഏവർക്കും നമസ്കാരം. അപ്പോൾ നമ്മൾ ഇന്നുള്ളത് മേലാർകോട് ഗ്രാമപഞ്ചായത്ത് 16-ാം വാർഡ് LDF സ്ഥാനാർത്ഥി ശിവകുമാരേട്ടന്റെ കൂടെയാണ്. അപ്പൊ ശിവേട്ടാ, അപ്പൊ നിങ്ങൾ സ്ഥാനാർത്ഥി നിൽക്കണ്ടല്ലോ, അപ്പൊ ജയിച്ച എന്തെല്ലാം വികസനങ്ങളാണ് നമ്മുടെ നാട്ടിൽ നിങ്ങൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്? നമ്മൾ ഈ വാർഡിനെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ 20 വർഷക്കാലം ഈ വാർഡ് കോൺഗ്രസിന്റെ കയ്യിലായിരുന്നു. കഴിഞ്ഞ വർഷമാണ് നമ്മൾ ഈ വാർഡ് തിരിച്ചുപിടിച്ചത്. ഈ വികസന മുരടിപ്പായിരുന്നു ഈ വാർഡിനകത്തുള്ള മെയിൻ വിഷയം. കഴിഞ്ഞ 5 വർഷം നമ്മൾ വലിയ രീതിയിലുള്ള വികസന പ്രവർത്തനങ്ങൾ ഈ വാർഡിനകത്ത് കൊണ്ടുവരുന്നുണ്ട്. സജനാദാസന്റെ നേതൃത്വത്തിലുള്ള LDF ഭരണസമിതി, LDFന്റെ വാർഡ് മെമ്പറും 5 കോടി രൂപയോളം വരുന്ന വികസന പ്രവർത്തനങ്ങളാണ് ഈ വാർഡിനകത്ത് ചെയ്തിട്ടുള്ളത്. ഈ വാർഡിനകത്ത് നെല്ലിയാമ്പാടം മുതൽ കടമ്പടി മുതൽ മുതുകുന്നി ആണ്ടിത്ര വരെയും വെള്ളാരക്കോട് ഭാഗത്തോട്ടുമായിട്ട് ഏകദേശം 1 കോടി രൂപയുടെ MLA ഫണ്ട് ഉപയോഗിച്ചിട്ടാണ് ഈ വാർഡിനകത്ത് വികസനം ചെയ്തിട്ട് റോഡ് നന്നാക്കിയിരിക്കുന്നത്. പിന്നെ ഇടവഴികൾ പൂർണ്ണമായിട്ടും എന്ന് പറയുമ്പോൾ ഏകദേശം 80% ഇടവഴികൾ നമ്മൾ ഇതാക്കിയിട്ടുണ്ട്, റീടാർ ചെയ്ത് അതുപോലെ കോൺക്രീറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഈ വാർഡിനകത്തുള്ളത് മുഴുവൻ ലൈറ്റ് പോസ്റ്റുകളിലും നമ്മൾ ലൈറ്റുകൾ ഇട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ വാർഡിനകത്ത് 8 മിനിമാസ് ലൈറ്റുകൾ നമ്മൾ MLA ഫണ്ടിൽ നിന്ന് കൊണ്ടുവന്നിട്ടുണ്ട്. അതിൽ 5 എണ്ണം ഓൾറെഡി കത്തി കിടക്കുന്നുണ്ട്, ഇനി 3 എണ്ണം വരാനിരിക്കുന്നുണ്ട്. അതുപോലെ തന്നെയാണ് വെള്ളാരക്കോടിനകത്ത് ഹെൽത്ത് സെൻറ്റർ, ഏകദേശം 1 കോടി രൂപയുടെ ഹെൽത്ത് സെൻ്ററാണ് നമ്മളവിടെ പണി കഴിഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ വെള്ളാരക്കോട് നഗറിനടുത്ത് സമഗ്ര വികസനം MLA ഫണ്ടിൽ നിന്ന് സമഗ്ര വികസനത്തിൻ്റെ 1 കോടി രൂപ. അതേപോലെ തന്നെ സാംസ്കാരിക സമുച്ചയം വെള്ളാരക്കോടിനകത്ത് ചെയ്തിട്ടുണ്ട്. അപ്പോൾ വലിയ രീതിക്കുള്ള ഇടതുപക്ഷത്തിൻ്റെ പ്രതിനിധി വാർഡിന് പ്രതിനിധാനം ചെയ്യുമ്പോൾ വലിയ രീതിക്കുള്ള വികസന പ്രവർത്തനങ്ങൾ വാർഡിനകത്ത് കൊണ്ടുവരുന്നുണ്ട്. ആ വികസനങ്ങളെല്ലാം തുടർന്ന് കൊണ്ടുപോകാനുള്ള വലിയ ഉത്തരവാദിത്വമാണ് പാർട്ടി എന്നെ ഏൽപ്പിച്ചിരിക്കുന്നത്. 100% പൂർണ്ണതയോടുകൂടി ഞാൻ നിറവേറ്റും. ഓക്കെ, അപ്പോൾ എല്ലാവിധ വിജയാശംസകളും ശിവേട്ടൻ നേരുന്നു. ഓക്കെ, നമസ്കാരം.